നമസ്കാരം. മണിപ്പൂരിൽ നിന്നുള്ള നിർണായകമായ ഒരു പ്രതിരോധ വാർത്തയിലേക്ക്. അതിർത്തി ജില്ലയായ ചുരാചന്ദ്പൂരിലെ നിബിഡ വനങ്ങളിൽ ഒളിച്ചിരിക്കുന്ന സായുധ സംഘങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം വലിയ രീതിയിലുള്ള ഹെലിബോൺ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. പാരാ സ്പെഷ്യൽ ഫോഴ്സും അസം റൈഫിൾസുമാണ് സംയുക്തമായി ഓപ്പറേഷൻ നടത്തുന്നത്. മണിപ്പൂരിലെ സംഘർഷഭരിതമായ മലയോര മേഖലകളിൽ വീണ്ടും വെടിയൊച്ചകൾ മുഴങ്ങുകയാണ്. ചുരാചന്ദ്പൂരിലെ ഹെങ്ലബ് മേഖലയിലുള്ള ഉൾക്കാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യൻ സേനയുടെ എലൈറ്റ് കമാൻഡോ വിഭാഗമായ 9 പാരാ സ്പെഷ്യൽ ഫോഴ്സ് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മേഖലയിൽ സായുധ ഗ്രൂപ്പുകളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഓപ്പറേഷൻ ഹെങ്ലബ് എന്ന പേരിൽ ഈ നീക്കം തുടങ്ങിയത്. ഭൂപ്രകൃതിയുടെ കാഠിന്യം കണക്കിലെടുത്ത് ചരിത്രത്തിൽ ആദ്യമെന്നോണം ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് കമാൻഡോകളെ വനത്തിനുള്ളിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ഹെലിബോൺ ഓപ്പറേഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ നീക്കം ശത്രുക്കൾക്ക് ഒളിച്ചോടാൻ സമയം നൽകാതെ മിന്നൽ വേഗത്തിൽ നടപ്പാക്കുക എന്നതാണ് സൈന്യത്തിൻ്റെ തന്ത്രം. ഈ സൈനിക നീക്കത്തിൻ്റെ പ്രധാന ലക്ഷ്യം യുണൈറ്റഡ് കുക്കി നാഷണൽ ആർമി അഥവാ UKNA എന്ന സായുധ സംഘടനയാണ്. സർക്കാരുമായി സമാധാന കരാറുകളിൽ ഏർപ്പെടാത്ത ഈ വിഭാഗം അടുത്തിടെ നടന്ന പല അക്രമ സംഭവങ്ങളിലും പങ്കാളികളാണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗ്രാമത്തലവന്മാരെ വധിക്കുക, പുനരധിവസിക്കപ്പെട്ട സാധാരണക്കാർക്ക് നേരെ വെടിയുതിർക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ആരോപിക്കപ്പെടുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടെ ആരംഭിച്ച ഓപ്പറേഷനിൽ ഇതിനോടകം തന്നെ ചില സായുധ താവളങ്ങൾ തകർക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചന. വനത്തിനുള്ളിൽ ശക്തമായ വെടിവെപ്പ് തുടരുന്നതായും സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നു. മ്യാൻമർ അതിർത്തിയോട് ചേർന്ന പ്രദേശമായതിനാൽ സായുധർ അതിർത്തി കടക്കാതിരിക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. മണിപ്പൂരിൽ നിലവിൽ രാഷ്ട്രപതി ഭരണമാണ് നിലനിൽക്കുന്നത്. ക്രമസമാധാനം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട്. ജനവാസ മേഖലകളെ ബാധിക്കാത്ത രീതിയിൽ വനത്തിനുള്ളിൽ മാത്രമാണ് നിലവിൽ ഈ ഓപ്പറേഷൻ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും ചുരാചന്ദ്പൂരിലെ ഗ്രാമങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ സായുധ സേനാംഗങ്ങളെ സംഭവസ്ഥലത്തേക്ക് അയച്ചതായും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഈ പോരാട്ടം അതീവ നിർണായകമാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.